തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേരളമൊക്കെ വലിയ രീതിയിൽ തന്നെ CPM ആഘോഷിച്ച ഒരു കല്യാണം. മധ്യപ്രദേശിൽ നിന്ന് ഇവിടെ അഭയം തേടിയെത്തിയ ഒരു പെൺകുട്ടിക്ക് കല്യാണം നടത്താൻ മുൻകൈയെടുത്തത് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാ MP-യും അടക്കമുള്ള പ്രമുഖർ. അന്നേ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇന്നിതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ആ പെൺകുട്ടിയുടേത് ശൈശവ വിവാഹം തന്നെയെന്ന്. സ്വാഭാവികമായിട്ടും ഭർത്താവായ മുഹമ്മദ് ഫർമാനെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. അതിശക്തമായ നടപടികളിലേക്ക് ഇപ്പോൾ കമ്മീഷൻ കടക്കുകയാണ്. കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് വിശദമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് കെങ്കേമമായി ആഘോഷമാക്കി ഗംഭീരമാക്കി ആ കല്യാണം നടത്തിയ ഗോവിന്ദൻ മാഷ്, റഹീം ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ ഭാവി എന്താകുമെന്നാണ്. നോക്കാം വിശദമായി തന്നെ. ശാലിനി ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. ശാലിനി, വളരെ പ്രധാനപ്പെട്ട അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിച്ചാണ്. അവരോടൊക്കെ ഒരു പുച്ഛമായിരുന്നു CPM-ന്. ഇപ്പോഴിതാ രേഖകൾ, തെളിവുകൾ പുറത്തു വരികയാണ്. മധ്യപ്രദേശിൽ നിന്ന് ഇവിടെ എത്തിയ ആ പെൺകുട്ടിയുടെ ആ വിവാഹം അത് ശൈശവ വിവാഹമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ്, ഗുരുതരമാണ് ഈ സാഹചര്യം? ശ്യാമ സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ട് ഇടപെടലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് തുടക്കം മുതൽ തന്നെ ജനം TV-യും ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഈ ഹൈന്ദവ സംഘടനകൾ ഈ വിവാഹത്തെ എതിർത്തതാണ്. അതായത് കൃത്യമായി നിയമപരമല്ലാതെ നടന്ന വിവാഹമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ അന്ന് മതേതര കേരളത്തിന്റെ പേരും പറഞ്ഞും ഒപ്പം തന്നെ കേരള സ്റ്റോറിയുടെ പേര് പറഞ്ഞും ഒക്കെ വിവാഹം നടത്തിയ മന്ത്രി V. ശിവൻകുട്ടി, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കൂടാതെ തന്നെ രാജ്യസഭ MP കൂടിയായിട്ടുള്ള റഹീം, അന്നവർ വലിയ രീതിയിൽ അത് പ്രചാരണം നടത്തി. പക്ഷേ പിന്നീട് ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടൽ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പട്ടികവർഗ കമ്മീഷൻ ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ മധ്യപ്രദേശിലെ DGP-യോടും ഒപ്പം തന്നെ കേരള DGP-യോടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് നൽകാനും നേരിട്ട് കമ്മീഷന് മുൻപാകെ ഹാജരാകാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിലും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട ശൈശവ വിവാഹം നടത്തിയ ഫർമാനെതിരെ ഇപ്പോൾ FIR ഇട്ട് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മധ്യപ്രദേശിലെ വിവിധ വകുപ്പുകൾ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാഹ നിരോധന നിയമം, കൂടാതെ തന്നെ പോക്സോ നിയമപ്രകാരവും ഒക്കെയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട നിർണായക നടപടി ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് സ്വീകരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ പട്ടികവർഗ കമ്മീഷന്റെ ചില പ്രതിനിധികൾ കേരളത്തിലെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ഈ വിവാഹം നടന്ന സ്ഥലത്തെത്തി കൃത്യമായ പരിശോധനകൾ നടത്തി. രേഖകളടക്കമുള്ള കാര്യങ്ങളെന്ന് ഈ കമ്മീഷൻ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കമ്മീഷൻ ഈ ഒരു ഇടപെടൽ നടത്തിയത്. അതിന് പിന്നാലെ തന്നെ മധ്യപ്രദേശ് പോലീസിന് ഈ കുടുംബം പരാതി നൽകിയിരുന്നു. കേരളത്തിൽ VHP-യും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫർമാനെതിരെ മഹേശ്വർ പോലീസ് സ്റ്റേഷനാണ്. അതായത് മധ്യപ്രദേശിലെ പോലീസ് സ്റ്റേഷനിലാണ് FIR ഇട്ട് ഫർമാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളത്. അതിൽ വിവിധ വകുപ്പുകൾ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 87, 83, 96, 64, 81, 56 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ സെക്ഷൻ 17 and 18 പോക്സോ നിയമപ്രകാരമുള്ള 17ഉം 18ഉം വകുപ്പുകളും ഫർമാനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിശദമായ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. കൂടാതെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിനെതിരെയുള്ള ചില ആക്ടുകളുണ്ട്. ആ ആക്ട് 1989 സെക്ഷൻ 3(1)(11), 3(1)(12) പ്രകാരവും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണ് FIR ഇട്ട് മഹേശ്വർ പോലീസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മധ്യപ്രദേശ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 2021 പ്രകാരവും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ വിവാഹം അത് ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ ഗോത്ര വിഭാഗങ്ങളുടെ ആചാരങ്ങൾ പ്രകാരമാണ് വിവാഹം നടത്തേണ്ടത്. ആ ആചാരങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു മുസ്ലിം യുവാവ് കൂടിയായിട്ടുള്ള ഫർമാൻ കേരളത്തിലെത്തിച്ച് പെൺകുട്ടിയുടെ വിവാഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ചൈൽഡ് മാരേജ് ആക്ട് 2006 സെക്ഷൻ 9, 10, 11, 12 പ്രകാരവും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 44 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഈ അരുമാനൂരിലെത്തി ഈ വിവാഹം നടന്ന ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഭാരവാഹികളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു.
അവിടുന്ന് ശേഖരിച്ച രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും കുരുക്ക് മുറുകുകയാണ്. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാതൃകയാകേണ്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ വിവാഹത്തിന് മുൻപന്തിയിൽ നിന്നത്. കൂടാതെ തന്നെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിയുടെ തലവൻ ഒരുപക്ഷെ അന്യായങ്ങൾ ഉണ്ടായി. ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആരാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, MV ഗോവിന്ദൻ മാഷ്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. ആലോചിച്ച് നോക്കണം, വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടി, രാജ്യസഭാ MP റഹീം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കല്യാണം നടത്തിയവർക്കും എതിരെയും നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്ക് മനസ്സിലാകുന്നത് പ്രകാരം ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ മുൻപാകെ എത്തിയിട്ടുള്ള പരാതിയിലും ഇവരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയിട്ടുള്ള പരാതിയിലും ഇതിന് കൂട്ടുനിന്ന ആളുകളുടെ പേരുകൾ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, ഒപ്പം തന്നെ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഈ വിവാഹം നടന്നത് എന്നുള്ള രേഖ അത് ആദ്യം മുതൽ തന്നെ ജനം TV പുറത്തുവിട്ടതാണ്. അത് ഈ അന്വേഷണ കമ്മീഷന്റെ മുൻപാകെയും എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ പെൺകുട്ടി 30/12/2009 ജനിച്ചത്. മഹേശ്വറിലെ CHC എന്ന് പറയപ്പെടുന്ന പ്രാഥമിക ആശുപത്രിയിലാണ് പെൺകുട്ടി പ്രസവിക്കുന്നത്. അന്ന് ഈ പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വെയിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വരികയാണ്. എല്ലാ രീതിയിലുള്ള തെളിവുകളും മറച്ചു വെച്ചുകൊണ്ടാണ് പെൺകുട്ടി 2008 ജനുവരി 1 ജനിച്ചതെന്ന വ്യാജരേഖയുണ്ടാക്കി ആധാർ അടക്കം വ്യാജമായി ചമച്ച് പാൻ കാർഡും ഒപ്പം തന്നെ ഇലക്ഷൻ ID അടക്കമുള്ള കാര്യങ്ങൾ വ്യാജമായി ചമച്ചുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു വിവാഹം നടത്തിയിട്ടുള്ളത്. ആ വിവാഹം നടത്താൻ കൂട്ടുനിന്ന അതിന്റെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ആളുകളടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ വിവാഹം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തദ്ദേശ വകുപ്പ് ഈ പെൺകുട്ടിക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു ഇരുവർക്കും. അപ്പോൾ അത് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചതാണ്. ആ കൊട്ടി ആഘോഷിച്ച് ആ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കം ഈ വ്യാജരേഖകൾ വെച്ച് നൽകിയതിലടക്കം നിയമ നടപടി അവരൊക്കെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കൃത്യമായ ഇടപെടൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നു. ഒരു സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തെത്തി ശൈശവ വിവാഹം നടത്തിയതിന് ഫർമാനെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി ഇനി കേരളത്തിൽ ഏത് തരത്തിലുള്ള നടപടി ഇനി സ്വീകരിക്കും, ഒപ്പം തന്നെ മധ്യപ്രദേശിലെ പോലീസ് മേധാവിയും ഏത് തരത്തിലുള്ള നടപടിയിലേക്കും നിയമ കാര്യങ്ങളിലേക്കും ആയിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കുടുംബമടക്കം, അത് അച്ഛനും അമ്മയും അടക്കം കുട്ടിക്ക് 18 വയസ്സായില്ല എന്ന് പറയുമ്പോഴാണ് പെൺകുട്ടിക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞ് നവവരൻ ഫർമാൻ അടക്കമുള്ളവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ആ വിവാഹം നിയമപരമാണ് എന്ന് പറഞ്ഞ് നടത്തി കൊടുക്കാൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ രാജ്യസഭ MP അടക്കമുള്ളവർ രംഗത്തെത്തിയത്. എന്തായാലും എല്ലാവർക്കും കുരുക്ക് മുറുകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശ്യാമ, എന്തായാലും അന്ന് വലിയ രീതിയിൽ തന്നെ ഒരുപാട് ക്യാപ്സ്യൂളുകൾ കണ്ടതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇതാ കേരളം മാത്രമേ രക്ഷയുള്ളൂ, ഇവിടെ മാത്രമേ അവർക്കൊരു അഭയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഓരോ മലയാളികൾക്കും വലിയ അഭിമാനം തോന്നും. സ്വാഭാവികമാണ്. കാരണം നമ്മുടെ നാടിനെയാണല്ലോ ആ പെൺകുട്ടി ഇങ്ങനെ എടുത്തു പറയുന്ന, അയാളുടെ ഈ ഭർത്താവായ മുഹമ്മദ് ഫർമാനും ഒക്കെ പറയുന്നു. അങ്ങനെ തോന്നിക്കും. പക്ഷേ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം നടത്താൻ സുരക്ഷിതമായൊരു നാടായിട്ടാണ് നാടിനെ, നമ്മുടെ കേരളത്തെ ഇവരൊക്കെ കണ്ടതും അതിന് കൂട്ടുനിൽക്കാൻ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരു രാജ്യസഭാ അംഗം A റഹീം, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ കൂട്ടുനിൽക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം. എന്തായാലും കല്യാണം നടത്തി വെട്ടിലാവുന്ന ഒരു പശ്ചാത്തലമാണ് ഇനി കാണാൻ പോകുന്ന. നടപടികൾ കടുപ്പിക്കാൻ പോവുകയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.